കരൂർ ദുരന്തത്തിന് ശേഷം വിശദീകരണവുമായി വിജയ് രംഗത്തെത്തുകയാണ്. ഇത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇളയ ദളപതി മൗനം വെടിയുന്നത്. ഇത്രയും വേദന മുൻപൊരിക്കലും അനുഭവിച്ചിട്ടില്ല എന്നും ഇങ്ങനൊരു സംഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നും താൻ തെറ്റു ചെയ്തിട്ടില്ല എന്നും ഉൾപ്പെടെയുള്ള വിശദീകരണമാണ് വിജയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഒപ്പം വിജയ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം, ഈ എല്ലാവരും പെട്ടെന്ന് തന്നെ രോഗത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കണമെന്നും വളരെ വൈകാരികമായിട്ടൊക്കെയാണ് വിജയ് സംസാരിക്കുന്നത്. അദ്ദേഹം എക്സിലൂടെയാണ് ഇത്തരത്തിലൊരു വീഡിയോ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി KB ശ്രീധരനുണ്ട്. ശ്രീധരൻ, വിജയ്ക്കെതിരെ പലതരത്തിലുള്ള വിവരങ്ങൾ വിജയെ കുറ്റക്കാരനാക്കും വിധത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു വിശദീകരണവുമായി ഇളയ ദളപതി രംഗത്തെത്തുന്നത്. ഇപ്പോൾ വിജയ് പറയുന്നതിൽ ഗൗരവതരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഏറ്റവും പ്രധാനമായിട്ട് ഈ ദുരന്തമുണ്ടായ ശേഷം ആദ്യമായാണ് വിജയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വരുന്നത്. അതായത് വിജയ് പറയുന്നതനുസരിച്ച് ജീവിതത്തിൽ ഇത്രയും സങ്കടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ജനങ്ങൾക്ക് സംഭവിച്ച ബുദ്ധിമുട്ടുകളെ ചൊല്ലി വേദന ഉണ്ടായിരിക്കുന്നത്. ആ സ്നേഹത്തോട് കടപ്പെട്ടിരിക്കുന്നുണ്ട്. ജനങ്ങൾ നൽകിയ സ്നേഹത്തോട് കടപ്പെട്ടിരിക്കുന്നുണ്ട്. എല്ലാത്തിനും മുകളിൽ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് നടന്നത്. അന്ന് അവിടെ നിന്ന് പോകാൻ ഉണ്ടായ സാഹചര്യം വിജയ് പറയുന്നുണ്ട്. ആശുപത്രിയിലേക്ക് പോയാൽ കൂടുതൽ പ്രശ്നമല്ലെങ്കിൽ കൂടുതൽ തിക്കും തിരക്കും ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ടാണ് പോകാതിരുന്നത് എന്ന് പറയുന്നു. ഈ ആളുകൾക്ക് ധനസഹായമൊക്കെ വിജയ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഉച്ചവരെ നഷ്ടപ്പെട്ട ആളുകളുടെ വേദനയ്ക്ക് ഇതൊന്നും പകരാവില്ല എന്ന് അറിയാമെന്ന് വിജയ് പറയുന്നുണ്ട്. ഏതായാലും ഈ വേദനയുടെ സമയത്ത് ഒപ്പം നിന്നവർക്കെല്ലാം വിജയ് നന്ദി പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് സംബന്ധിച്ച് സത്യം പുറത്തു വരും എന്നും പറയുന്നു. ഇതുകൂടാതെ സ്റ്റാലിനോട് ഒരു കാര്യം, മുഖ്യമന്ത്രി MK സ്റ്റാലിനോട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പാർട്ടി പ്രവർത്തകരെയും മറ്റു നേതാക്കളെയും വേട്ടയാടരുത്. എന്ത് കുറ്റം വേണമെങ്കിലും എന്റെ മേൽ വെച്ചോളൂ, ഞാൻ വീട്ടിൽ തന്നെയുണ്ട്, ഞാനത് ഏൽക്കാൻ തയ്യാറാണ്. TVKയുടെ 4 നേതാക്കൾക്കെതിരെ കേസെടുത്തിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ മുഖ്യമന്ത്രി MK സ്റ്റാലിനോടുള്ള ഒരു അഭ്യർത്ഥന എന്നുള്ള രീതിയിൽ വിജയ് പറയുന്നത്. കുറ്റം തന്റെ മേൽ വെച്ചോളൂ, പാർട്ടി പ്രവർത്തകരെ വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് വിജയ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു വീഡിയോ സന്ദേശത്തിൽ തീരുമോ എന്നുള്ളതാണ്. ഇനി എന്തു ചെയ്യുമെന്നതിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? അന്ന് അവിടെ വരാത്തതിനെ, കരൂർ ദുരന്തം നടന്ന ദിവസം ആശുപത്രിയിൽ പോലും സന്ദർശിക്കാത്തത് വലിയ തോതിൽ വിമർശനത്തിന് ഇടയാകുമ്പോഴാണ് ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോയുമായി, ഇത്രയും ദിവസം മൗനത്തിലായിരുന്നു, വീഡിയോയുമായി വിജയ് രംഗത്തെത്തുന്നത്. ഇനി എന്ത് എന്നതിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെ ഗൂഢാലോചനയൊക്കെ വീണ്ടും ആരോപിക്കുമ്പോൾ അതായത് അതിന് തന്നെ വിജയ് പറയുന്നു, സത്യം എന്തായാലും പുറത്തു വരും എന്നുള്ള ഒരു കാര്യം വിജയ് പറയുന്നുണ്ട്. ഈ പരിക്കേറ്റവരോട് പറയും, അതുപോലെ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ ബന്ധുക്കളോടും വിജയ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് അടുത്തേക്ക് വരും, അതുകൊണ്ട് കരൂരിലേക്ക് പോകും എന്നുള്ള തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് വിജയ് ഈ വീഡിയോയിൽ പറയാതെ പറയുന്നുണ്ട്. ഏതായാലും അവിടെ നിന്ന് പോകാനുണ്ടായ സാഹചര്യം എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഈ സ്ഥലത്തിൽ, അതായത് ആ സമയത്ത് അവിടെ ചെന്നാൽ അവിടെ ഒരു പക്ഷേ മറ്റൊരു അന്തരീക്ഷം അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം ഉണ്ടാകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അവിടെ നിന്ന് കരൂരിൽ നിന്ന് തിരിച്ചു പോയത് എന്നാണ് വിജയ് പറയുന്നത്. ഏതായാലും കരൂരിലേക്ക് ഇനി ചെല്ലും എന്നുള്ള ഒരു കാര്യം കൂടി വിജയ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അക്ഷയ.